എന്റെ മുന്നിൽ നിങ്ങൾ എല്ലാവരും നിൽക്കുകയാണ്. ഞാൻ കാണിക്കുന്ന ഓരോ അക്ഷരങ്ങളും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റണം. ഓക്കെ, കൈ രണ്ടും ഉയർത്തി വെക്കുക. ആൽഫബറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എ എങ്ങനെയാണ്? ഇങ്ങനെയാണ് എ പറയുന്നത്. ഇങ്ങനെ വെക്കുന്ന കൈ രണ്ടും കൂട്ടി വെച്ചാൽ എ ആയി. ഓക്കെ, ഇതെല്ലാവരും ഒന്ന് പഠിച്ചിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് അവരവരുടെ പേര് പറയാനുള്ള അറിവ് നിങ്ങൾ നേടിയെടുക്കണം. നല്ല ആഗ്രഹം. ഓക്കെ, ഇതാണ് എ. സെക്കൻഡ് ബി. നമ്മൾ ഇങ്ങനെ വെക്കല്ലോ കൈ, അത് എങ്ങനെ വെച്ചാൽ ബി. ഓക്കെ, നെക്സ്റ്റ് സി. ആരും കാണുന്നില്ലെങ്കിൽ പറയണേ. സി ആണെങ്കിൽ ഓക്കെ, ഈ വിരൽ ചേർത്ത് വെച്ചാൽ അത് ഡി ആയി. സന്തോഷം, എല്ലാവരോടും പറയാം. സാധാരണ പുറകിലിരിക്കുന്നത് ചെയ്യാറില്ല, പുറകിലോട്ട് നോക്കാം ആരെങ്കിലും ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഡി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇ. ഇങ്ങനെയാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, അതിലൊരു ഇയുടെ ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇ ഇങ്ങനെ നോക്കിയേ. ഓക്കെ ഓക്കെ, എഫ്. ഈ രണ്ട് വിരലും ചേർത്ത് വെച്ചാൽ എഫ് ആയി. ഈ രണ്ട് വിരലിനെ ചേർത്ത് വെച്ചാൽ എഫ് ആയി. ജി വളരെ സിമ്പിളാണ്. രണ്ട് കുഷ്ടി ചുരുട്ടി പിടിക്കുക, വെക്കാം. ഇടത് കൈ മുകളിൽ വരട്ടെ കേട്ടോ. ക്ലിയർ ആണല്ലോ? ജി. എച്ച് അതിലും എളുപ്പമാണ്. രണ്ട് കൈ നിവർത്തി വെക്കാം, മായ്ച്ചു കളയാം. ഏതാണ്? എച്ച്. ഓക്കെ, ഐ ഇങ്ങനെയാണ് കാണിക്കുക. ജെ ഇങ്ങനെ എഴുതി കാണിക്കാം. ജെ. ഓക്കെ, കാണുന്നുണ്ടോ? ജെ. ഈ ചെറിയ വിരൽ മടക്കി വെച്ചാൽ കെ ആയി. ഓക്കെ, ചെയ്യാൻ പറ്റുന്നില്ലല്ലേ? ഇല്ല, ഞാൻ ചോദ്യം ചോദിക്കില്ല, ബാക്കിയുള്ളവരോട് ചോദിക്കുള്ളൂ. ഓക്കെ, എല്ലാം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എം. മൂന്ന് വിരൽ വെക്കാം, നമ്മുടെ ഉള്ളിൽ നിന്ന് കഴിയില്ല. എം. ഓക്കെ, ഒരു വിരൽ മടക്കിയാൽ അത് എന്നായി. ഓക്കെ, ഇതാണ് ഓ. ഓക്കെ, പി. നമ്മുടെ ചുണ്ടുവിരൽ നിർത്തിയിട്ട് അതിലൊരു കുളത്തിട്ട് കൊടുത്താൽ പി ആയി. നിങ്ങൾക്ക് കാണാം, പിയുടെ ഷേപ്പ് കാണുന്നുണ്ട്. നിങ്ങൾ ഓരോന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇട്ട് കൊടുക്കുക പി. ക്യൂ വരുന്നത് ഒരു കുടുക്കിട്ട് കൊടുക്കുക, ഒരു വട്ടം ഇട്ടിട്ട് അതിലൊരു കുടുക്കിട്ട് കൊടുത്താൽ ക്യൂ ആയി. 6 വിരൽ ഇങ്ങനെ വെച്ചേ, നമ്മുടെ ഉള്ളകയിൽ ചേർത്ത്. ഇതാണ് ആർ. എസ് നമ്മുടെ ചെറിയ വിരലുകൾ. ഇത്രയും കാലത്തിനടുത്ത് ഇത്രയും വിരലാരും വർക്കായിട്ടാവില്ല അല്ലേ? സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ഈ രണ്ട് വിരലും കുറുക്കിടാം, വെക്കാം. എസ്. ടി. ഓക്കെ, യു. വി സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നത് കപ്പ കഴിച്ച് കഴിയുമ്പോൾ വിക്ടറി ആണെങ്കിൽ എങ്ങനെയാ? വി. ഓക്കെ, ഡബ്ല്യു. എക്സ്. വൈ. വൈ ഇങ്ങനെ വെച്ച് നിങ്ങൾ വരച്ച് കാണിക്കണ വാല്. ഇതിന് വാലില്ല അപ്പൊ വാല് വരച്ചു കൊടുക്കാം. ഓക്കെ, എക്സ് വൈ സെഡ്. സെഡ് ഇത് നമ്മുടെ മലയാളമൊക്കെ പറയുന്ന മാതിരി ഓരോ ഏരിയ അനുസരിച്ച് അതിനുള്ള മാറ്റങ്ങൾ വരും. പക്ഷേ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് പ്രകാരം ഇങ്ങനെയാണ് നിലവിലുള്ളത്. അപ്പൊ നിങ്ങൾ എവിടെ പഠിച്ചാലും ലോകത്ത് എവിടെ പോയാലും തന്നെ ആയിരിക്കും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ.